സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുവിന്റെ ഹിതത്താൽ, വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ഒരു ജീവിതമാണ്. അതിന് എന്ത് വരും? ഡബിൾ മൈൻഡഡ് വരത്തില്ലെന്ന്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും, വിവാഹിതർക്കും, ഏകസ്ഥർക്കും, സമർപ്പിതർക്കും, അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കയറി വരും. എന്താ കാര്യത്തില്? കുറച്ച് കർത്താവിന്റെ കാര്യവും പിന്നെ ലോകത്തിന്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും. ഇപ്പൊ മറ്റുള്ള ഈ ക്രിസ്തുവിന്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരന്റെ സ്ഥാനമാണ്. ആ വീണ്ടെടുപ്പുകാരന്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ്. രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് നോട്ടറൈസ് ചെയ്ത് കളയും. പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷിക്തരുടെ വായുന്നെങ്കിലും വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചിരുന്ന നോക്കിയേ, അതിന്റെ സഹസഞ്ചാരിയായി അതിന്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോ ഒക്കെ മനസ്സിലാകും. പക്ഷെ എന്താ വിഷയം? ആ രക്ഷകന്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത്? The church will be rejected. എന്ത് റിജക്റ്റ് ചെയ്യും? 2-3 തരത്തിൽ റിജക്ഷൻ സംഭവിക്കും. അതിലൊന്ന്, ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതവിടെ സംഭവം. ഇപ്പൊ പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്രോസ് എടുത്തപ്പോഴ് ക്രിസ്തു എന്ത് ചെയ്ത് ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത്. അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല. ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ, എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള, സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മള് രക്ഷാകര നടപടിയില് ഔദ്യോഗികമായി എന്തിനാണ് നമ്മളെ ചുവപ്പ് വസ്ത്രം, കൃതാളന്മാര് ചുവപ്പ് വസ്ത്രം കെട്ടുന്ന ശാസ്ത്ര ബിഷപ്പുമാര് എന്താ ഉദ്ദേശം? എന്താണ്? ആദിമസഭയില് ഒരാള് ബിഷപ്പായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ, അയാൾ എപ്പോഴായാലും